ഞങ്ങള് ഇപ്പൊ തരുന്ന ശിവൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ചേട്ടനും കൂടിയാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ തരുന്നതിന് കൂടുതൽ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം, ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും രക്ഷപ്പെടുത്താൻ ഓടി വരുന്ന ഒരു പ്രതീക്ഷ എന്നതാണ്. അയാൾ അവിടെ നിന്ന് ഈ കുന്നു കയറി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കുറെ ആളുകളെ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ അപകടത്തിൽപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ സുഹൃത്താണ്, ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താണ്. അവൻ മരിച്ചതിൽ ഞങ്ങൾ ഭയങ്കര സങ്കടം കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയാളെ ബോഡി ഇട്ട് ഞങ്ങൾ ദഹിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി നമ്മളെ ചേട്ടനും കൂടി കിട്ടാണ്ട് അപ്പൊ അതിനുവേണ്ടി ഹിറ്റാച്ചി വിളിച്ച് കൊണ്ടുപോവുക. ഇപ്പൊ ഈ ഭാഗത്തേക്ക് ഇത് അധികം ഹിറ്റാച്ചികൾ വലുത് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ താഴെ പോയി ഇത് എങ്ങനെങ്കിലും ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയണ്ട, അധികാരികളോട് എല്ലാവർക്കും പറയണ്ട, നിങ്ങൾ അവിടുന്ന് വിളിച്ചോളി ഇവിടുന്ന് വിളിച്ചോളി എന്ന് പറയുന്നതല്ലാതെ ഒരു ഏകോപനം ശരിക്കും ഇപ്പോഴും വന്നിട്ടില്ല. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ ഏരിയയിൽ അധികം എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റായിരുന്നു. മറ്റു സ്റ്റേറ്റ് പോലെയല്ലല്ലോ നമ്മുടെ നാട്, ഇഷ്ടം പോലെ വണ്ടികളും സൗകര്യങ്ങളുണ്ട്. പക്ഷെ അത് കൂട്ടി യോജിപ്പിക്കാൻ ആളില്ല സാർ. അതാണ് വലിയ പ്രയാസം നമുക്ക്. ഞങ്ങളത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. താഴെയൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് സ്പീഡാക്കി കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അവരെ ബന്ധുക്കളെ കൊണ്ട് കാണിക്കാം. നിങ്ങൾ നോക്കി നോക്കും, മേപ്പാടിയൊക്കെ നിന്ന് കരയാന്നല്ലാതെ ഒരു കാര്യം ചെയ്യാൻ ആളില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഒരു ബോഡി വരുമ്പോൾ 10-25 ആൾ 30 ആൾ ആ മോർച്ചറിന് മുന്നിൽ പോകും. അവിടെയാണെങ്കിൽ നീളത്തിലുള്ള ഒരു സംവിധാനമില്ല. നീളത്തിൽ നിരത്തി വെച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു നോക്ക് കാണാമായിരുന്നു. ദിവസം കൂടുന്തോറും വികൃതമായ ബോഡി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എങ്ങനെ പറ്റും? ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും കുത്തിയ പച്ചമാർക്കോ എന്തെങ്കിലും ഒന്ന് വേണം. ഒന്നും കാണാണ്ട് ഇത് ഇന്ന ആളാന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മളെന്തായാലും ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാനല്ല. ഈ നാടിനെ കുറിച്ച് നമുക്ക് വളരെ സങ്കടം.